എല്ലാവർക്കും സ്വാഗതം. ബാലചന്ദ്രൻ സ്റ്റാലിനെ വിളിക്കുകയാണ് കേട്ടോ. സ്റ്റാലിനെ വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു, നാളെ ഉച്ച കഴിഞ്ഞ് വീട്ടിലുണ്ടാവുമോ എന്ന് ചോദിക്കും. സ്റ്റാലി പറയുന്നുണ്ട്, ഞാൻ ഇവിടെ തന്നെ കാണുമെന്ന്. അപ്പോൾ നാളെ ഉച്ച കഴിഞ്ഞ് അലീനേനെയും കൊണ്ട് അങ്ങോട്ടേക്ക് വരാനാണെന്ന് ബാലേന്ദ്രൻ പറയുമ്പോൾ, നിങ്ങൾ എപ്പോൾ വേണമെങ്കിലും വന്നോ, ഞാനിവിടെ തന്നെ ഉണ്ടാവും എന്ന് പറയും. അത് കഴിഞ്ഞ് ബാലേന്ദ്രൻ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, നിങ്ങൾക്ക് ഇങ്ങനെ ഭാര്യയും കുട്ടികളൊക്കെ ഉണ്ടെന്ന് നിങ്ങൾ പറഞ്ഞു, ബാക്കിയുള്ള കാര്യങ്ങളൊന്നും എനിക്ക് അറിയത്തില്ല. ഇനിയിപ്പോൾ അലീന അവിടെ വന്ന ശേഷം അലീനയ്ക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടോ അലീനയെ കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടോ ഉണ്ടെങ്കിൽ എന്നെ തിരിച്ചേൽപ്പിക്കണം എന്നൊക്കെ ബാലേന്ദ്രൻ പറയുകയാണ് കേട്ടോ. അപ്പോൾ പ്രശ്നമാവുമോന്നൊന്നും അറിയത്തില്ലല്ലോ, അതുകൊണ്ടാണ് ബാലേന്ദ്രൻ അങ്ങനെ ചോദിച്ചത്. അപ്പോൾ പ്രശ്നമാവുമോ എന്ന് ചോദിച്ചാൽ ആവും. അപ്പോൾ അതൊക്കെ സോൾവ് ചെയ്യാൻ എനിക്കറിയാമെന്നാണ് കേട്ടോ സ്റ്റാലിൻ പറയുന്നത്. അവൾ എൻ്റെ മകളല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. അത് ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്തോളാം, മാനേജ് ചെയ്തോളാം എന്നൊക്കെ പറഞ്ഞ് കോള് കട്ട് ചെയ്യാണ്. നിങ്ങളെപ്പോൾ വേണമെങ്കിലും വന്നോ എന്ന് പറയുന്നുണ്ട്. പിന്നീട് സ്റ്റാലി പറയുന്നുണ്ട്, ഞാൻ വേണമെങ്കിൽ കടപ്പാട്ടൂരിലേക്ക് വരാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ തന്നെ ബാലചന്ദ്രൻ പറയുന്നുണ്ടായിരുന്നു, അത് വേണ്ട, നിങ്ങളെ ഇവിടെ ആർക്കും പരിചയപ്പെടുത്തി കൊടുക്കാൻ എനിക്ക് താല്പര്യമില്ല എന്ന് പറയേ. സ്റ്റാലി അത് കേൾക്കുമ്പോൾ എന്നാലും ഓക്കെ എന്ന് പറഞ്ഞിട്ട്, നിങ്ങളെപ്പോൾ വേണമെങ്കിലും വന്നോ, ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും എന്ന് പറഞ്ഞ് കോൾ കട്ട് ചെയ്യും. പിന്നീട് മനു അലീനയും വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്, കടപ്പാട്ടൂരിലേക്ക്. അപ്പോൾ വണ്ടിയിൽ നിന്ന് മനു ഇറങ്ങാത്തതുകൊണ്ട് തന്നെ അലീന മനുവേട്ടൻ ഇറങ്ങുന്നില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ മനു പറയും, ഇനിയിപ്പോൾ എന്തിനാണ് ഇറങ്ങുന്നത്, നമ്മൾ സംസാരിക്കാനുള്ളതെല്ലാം സംസാരിച്ച് കഴിഞ്ഞില്ലേ എന്ന് പറയും കേട്ടോ. അപ്പോൾ ഇനി എനിക്ക് സംസാരിക്കാനുണ്ട് എന്ന് അലീന പറയുമ്പോൾ, യാത്ര പറയാനല്ലേ എന്നിങ്ങനെ പറയുന്നുണ്ട്. അതെന്നോട് പറയണ്ട, അതെനിക്ക് പെയിനാണെന്ന് മനു പറയൂ കേട്ടോ. അപ്പോൾ എല്ലാവരോടും യാത്ര പറയണ്ടേ, ഞാൻ ആരെയും ഉപേക്ഷിച്ച് പോകുമൊന്നുമില്ലല്ലോ, ഇനി നമ്മൾ തമ്മിൽ കാണില്ലേ എന്നൊക്കെ പറയുമ്പോൾ, എന്നാലും എന്നോട് യാത്ര പറയണ്ടെന്ന് തന്നെ മനു പറയുന്നുണ്ട് കേട്ടോ. പിന്നീട് അലീന പറയുന്നുണ്ടായിരുന്നു, എനിക്ക് ഇനിയും സംസാരിക്കാനുണ്ട്, അങ്ങനെ അത് എന്താണെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മനുവിനോട് അലീന പറയും, അത് ചില കാര്യങ്ങൾ നമ്മൾ പറയാതെയും കേൾക്കാൻ പറ്റണം എന്ന് പറയും. നിൻ്റെ ഉദ്ദേശം എന്താണെന്ന് എനിക്കറിയാം, ഞാൻ അവിടെ വന്നിരുന്ന് വീട്ടുകാരോട് എല്ലാവരോടും സംസാരിച്ച് നീ ഉണ്ടാക്കി തരുന്ന ഒരു ഗ്ലാസ് ചായയൊക്കെ കുടിച്ചിട്ട് അവിടെ ഇരിക്കണം, അതല്ലേ നിൻ്റെ ഉദ്ദേശം എന്ന് ചോദിക്കുമ്പോൾ, അപ്പോൾ പറയാതെ കേൾക്കാനും അറിയാലേ എന്ന് പറയും. പിന്നീട് രണ്ടുപേരും ഇറങ്ങും കേട്ടോ. അപ്പോൾ ഇറങ്ങുന്ന സമയത്ത് അലീനയുടെ കൈ പിടിക്കുന്നുണ്ട് കേട്ടോ മനു. അപ്പോൾ ഇതെന്താ എന്നിങ്ങനെ അലീന ചോദിക്കുന്ന സമയത്ത്, നമുക്ക് എന്തെങ്കിലും ഈ വീട്ടിലേക്ക് ഇങ്ങനെ കയറി വരാൻ സാധിക്കുമായിരിക്കും, അതിൻ്റെ ഒരു റിഹേഴ്സലാണെന്ന് പറഞ്ഞിട്ടാട്ടോ കയറി പോകുന്നത്. രണ്ടുപേരും കൈ പിടിച്ച്. അപ്പോൾ അലീന മനു വരുന്നത് കാണുമ്പോൾ തന്നെ കൃഷ്ണമോൾ ചോദിക്കുന്നുണ്ട്, അലീന ചേച്ചി ശരണ്യയുടെ വീട്ടിലേക്ക് പോയതല്ലേ, മനുവേട്ടനെ എവിടുന്ന് കിട്ടിയെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അത് അലീന ശരണ്യനെ കണ്ട് തിരിച്ചു വരുന്ന സമയത്ത് ഈ മാങ്ങയൊക്കെ ചാടി കിടക്കുന്ന പോലെ എന്നെ ഇങ്ങനെ പെറുക്കിയെടുത്തുകൊണ്ട് പോകുന്നതാണെന്ന് പറയും. ഒരു വലിച്ച തമാശ അങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് അവരിങ്ങനെ തമാശയ്ക്ക് ഓരോന്ന് പറയുന്നുണ്ട് കേട്ടോ. പിന്നീട് അതുപോലെ തന്നെ ബബിത അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അപ്പോൾ നീ ഉറങ്ങായിരുന്നോടി എന്ന് ചോദിക്കും മനു. എനിക്ക് ചെറിയൊരു ക്ഷീണം, അപ്പോൾ ഞാൻ ചെറുതായിട്ടൊന്ന് മയങ്ങിയതാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ ചായ എടുക്കാം, നിങ്ങൾ സംസാരിക്കുമെന്ന് പറഞ്ഞിട്ട് അലീന അവിടെ നിന്ന് പോകും. അപ്പോഴേക്കും ബാലചന്ദ്രനും താഴേക്ക് ഇറങ്ങി വരുന്നുണ്ട്. മനുവിനെ കാണുമ്പോൾ തന്നെ ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട്, എപ്പോഴാണ് വന്നതെന്നൊക്കെ ചോദിക്കും കേട്ടോ. അപ്പോൾ അലീന കൊല്ലപ്പള്ളിയിലേക്ക് വന്നിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അച്ഛൻ അവളെ കൊണ്ടുവിടാൻ എന്നോട് പറഞ്ഞു, അപ്പോൾ അങ്ങനെ വന്നതാണെന്ന് പറയും. പിന്നീട് മനു ചോദിക്കുന്നുണ്ട്, അലീന പോയി കഴിഞ്ഞിട്ട് എന്തൊക്കെയാണ് പിന്നെ പരിപാടി എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അലീന എന്തായാലും പോവാണല്ലോ, ഇനിയിപ്പോൾ അത് കഴിഞ്ഞിട്ട് ചിലരൊക്കെ ഇങ്ങോട്ടേക്ക് വരാൻ നിൽക്കുന്നുണ്ടല്ലോ, അപ്പോൾ അവരും കൂടെ വന്നിട്ട് നോക്കാം എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അലീനയുടെ ഭരണം എന്തായാലും കഴിഞ്ഞല്ലോ, അപ്പോൾ ഇനി ബാലചന്ദ്രൻ ഭരിക്കുന്നതാണ് കേട്ടോ പറയുന്നത്. എല്ലാവർക്കും ഞാൻ സമാധാനവും സ്വാതന്ത്ര്യമൊക്കെ കൊടുത്തിട്ടേ ഉള്ളൂ, ഇനിയിപ്പോൾ അതൊക്കെ അങ്ങ് തിരിച്ചെടുക്കാൻ പോവുകയാണ് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ബബിത ചോദിക്കുന്നുണ്ട്, അപ്പോൾ അമ്മ തിരിച്ചു വന്നിട്ടുണ്ടെങ്കിൽ അമ്മേനായിട്ട് യുദ്ധത്തിന് നിൽക്കുകയാണോ അച്ഛൻ? അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം നടക്കത്തില്ല കേട്ടോ, അമ്മ തിരിച്ച് വന്ന് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അലീന ചേച്ചീനെ തിരിച്ച് വിളിക്കാം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ബബിതയോടാണെങ്കിലും ബാലചന്ദ്രൻ പറയുന്നുണ്ടായിരുന്നു, നിനക്കൊന്നും അറിയത്തില്ല മോളെ, ഇനി നീ ഇങ്ങനെ അറിയാനിരിക്കുന്നേ ഉള്ളൂ എന്നൊക്കെ പറയുകയാണ്. അപ്പോഴേക്കും അലീന ചായ ആയിട്ട് വരുന്നുണ്ട് കേട്ടോ. എന്താ അവിടെ ഒരു ഡിസ്കഷൻ എന്ന് ചോദിക്കും. അപ്പോൾ എല്ലാവരോടും ചായ കുടിക്കാൻ വേണ്ടി വരാൻ പറയും കേട്ടോ. പിന്നീട് എല്ലാവരും ഡൈനിങ് ടേബിളിൻ്റെ അവിടെ ചെന്ന് ചെയറിലിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അലീന എല്ലാവർക്കും ചായ കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ബാലചന്ദ്രൻ അലീനയോട് പറയുന്നത്, നാളെ മുതൽ നിൻ്റെ ജാതകം മാറാൻ പോവുകയാണ് മോളെ എന്ന് പറയും. അപ്പോൾ അലീന തിരിച്ചു വയ്ക്കുന്നുണ്ടായിരുന്നു, അങ്ങനെ അത്ഭുതദ്വീപിൽ ഇങ്ങനെ അതിമനുഷ്യരെ പോലെയാണോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ബാലേന്ദ്രൻ പറയുകയാണ്, അതൊന്നുമല്ല, ഇനിയിപ്പോൾ ഇങ്ങനെ അലാവുദ്ദീൻ്റെ അത്ഭുത വിളക്ക് എന്നുള്ളത് ഇനിയിപ്പോൾ അലീനയുടെ അത്ഭുത വിളക്ക് എന്നാക്കേണ്ടി വരും എന്നൊക്കെയായിട്ട് പറയുന്നത്. ഈ ഒരു സെറ്റപ്പ് നല്ല നല്ല ഹൈ സെറ്റപ്പിലേക്കല്ലേ പോകാൻ പോകുന്നത് എന്നൊക്കെ ഇങ്ങനെ ബാലേന്ദ്രൻ പറയുകയാണ്. അപ്പോൾ ബബിത പറയുന്നുണ്ടായിരുന്നു, അതിങ്ങനെ ബാലേന്ദ്രൻ പറയുന്ന സമയത്താണ് കേട്ടോ ബബിത പറയുന്നത്, എന്തോ ഒരു കള്ളത്തരമുണ്ട്, അതെന്തായാലും കണ്ടുപിടിക്കണം എന്നിങ്ങനെ പറയേ. അപ്പോൾ ബാലേന്ദ്രൻ പറയുകയാണ്, ചില രഹസ്യങ്ങളായിരിക്കും തന്നെയാണ് നല്ലത്, ഇങ്ങനെ അത് കണ്ടുപിടിക്കാത്തതാണ് എല്ലാവർക്കും നല്ലത് എന്ന് പറയട്ടോ. ആ രഹസ്യമായി തന്നെ ഇരുന്നോട്ടെ എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ. അപ്പോൾ മനു അത് കേട്ടുകൊണ്ട് പറയുന്നുണ്ടായിരുന്നു, അങ്കിൾ വെറുതെ ചുമ്മാ ഓരോന്ന് പറയുന്നതാണ്, അതൊന്നും കാര്യമാക്കണ്ട എന്ന് പറയൂ കേട്ടോ.
അപ്പോൾ മനുവിനെ അറിയാലോ അലീന അങ്ങനെ സ്വന്തം അച്ഛൻ്റെ അടുത്തേക്കാണ് പോകുന്നതെന്നൊക്കെ ഉള്ളത്. അപ്പോൾ അതുകൊണ്ടായിരിക്കും പെട്ടെന്ന് തന്നെ ഇനിയിപ്പോൾ അവർക്കൊരു സംശയം തോന്നണ്ടെന്ന് വിചാരിച്ചിട്ടായിരിക്കും മനു പെട്ടെന്ന് തന്നെ അത് പറഞ്ഞത് കേട്ടോ. അത് കഴിഞ്ഞ് അലീന രോഹിത്തിനെ വിളിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് മുകളിലേക്ക് പോവും. പിന്നീട് കാണിക്കുന്നത് ബബിത കുളിയൊക്കെ കഴിഞ്ഞ് ഇറങ്ങി വരുന്നതാണ് കേട്ടോ. അപ്പോൾ ആ സമയത്ത് ഫോൺ അങ്ങ് റിങ് ചെയ്യുന്നുണ്ട്. കുറേ റിങ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ വൈജയന്തിയാണ് കേട്ടോ വിളിക്കുന്നത്. ഒട്ടും താല്പര്യമില്ല ബബിതയ്ക്ക് എടുക്കാൻ, എന്നാലും റിങ് ചെയ്യുന്നുണ്ട്. അങ്ങ് കോൾ എടുക്കുന്നുണ്ട്. താല്പര്യമില്ലാത്ത മട്ടിൽ തന്നെയാണ് കേട്ടോ കോൾ എടുക്കുന്നത്. അപ്പോൾ എടുത്ത ഉടനെ വൈജയന്തിയാണെങ്കിൽ ദേഷ്യപ്പെടുകയാണ് കേട്ടോ. നീയൊക്കെ എവിടെ പോയി കിടക്കാടി, എന്നെ ഒന്ന് വിളിക്കുമോ, അതില്ല എന്നാൽ അങ്ങോട്ട് വിളിച്ചാലെങ്കിലും എടുക്കുമോ എന്നൊക്കെ ചോദിച്ച് അങ്ങ് ചൂടാവുകയാണ് കേട്ടോ. അപ്പോൾ ഭവിത പറയുന്നുണ്ടായിരുന്നു ഞാൻ കുളിക്കുകയായിരുന്നു, അതാണ് എടുക്കാതിരുന്നത് എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ നടക്കുന്ന കാര്യങ്ങൾ നാട്ടുകാർ പറഞ്ഞറിഞ്ഞിട്ട് വേണോ ഞാൻ അറിയാൻ, നിനക്ക് എന്താ എന്നെ വിളിച്ച് ഇങ്ങനെ പറഞ്ഞാലെന്ന് ചോദിക്കുമ്പോൾ ഇവിടെ ഇപ്പം എന്താ നടന്നത് എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അലീന പോകുന്ന കാര്യമാണല്ലോ. അപ്പോൾ അവൾ അവിടുന്ന് പോവാണെന്നൊക്കെ അറിഞ്ഞല്ലോ. അപ്പോൾ ബബിത അത് വൈജയന്തി അത് പറയുന്ന സമയത്ത് തന്നെ വൈജയന്തിനോട് ബബിത ചോദിക്കുന്നുണ്ട്, അമ്മയ്ക്കിപ്പോൾ സന്തോഷമായി കാണുമല്ലോ എന്ന്. എനിക്ക് സന്തോഷവും സമാധാനവും ഒക്കെ ആയി എന്ന് പറയുന്നുണ്ട്. നിൻ്റെ അച്ഛന് ഭയങ്കര സങ്കടമായി കാണുമല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. ആ സമയത്ത് ബബിതയ്ക്കും ദേഷ്യം വരുന്നുണ്ടായിരുന്നു. അമ്മയ്ക്ക് എപ്പോൾ വിളിച്ചാലും അലീന ചേച്ചിയുടെയും അച്ഛൻ്റെയും കുറ്റം പറയാനല്ലേ ഉള്ളൂ സമയം. അതുകൊണ്ട് തന്നെയാണ് ഞാൻ അമ്മേനെ വിളിക്കാത്തത്, ഇവിടുന്ന് ആരും അമ്മേനെ വിളിക്കാത്തത് അതുകൊണ്ടൊക്കെ തന്നെയാണ് എന്നൊക്കെ ആണ് പറയുന്നത് കേട്ടോ. അപ്പോൾ വൈജയന്തി പറയുന്നുണ്ടായിരുന്നു, ഞങ്ങൾ പറയുന്നതിൽ എന്താ ഇങ്ങനെ തെറ്റുള്ളത്, എല്ലാം അതുപോലെ വരാറില്ലേ എന്നൊക്കെ ചോദിക്കുകയാണ്. എനിക്കിങ്ങനെ മനസ്സിലൊന്ന് വെച്ചുകൊണ്ട് സംസാരിക്കാനൊന്നും അറിയത്തില്ല, നിൻ്റെ അച്ഛൻ്റെയും അതുപോലെ തന്നെ അലീനയുടെയും പോലെയെന്ന് പറയും. അപ്പോഴും ഇങ്ങനെ അലീനേനെയും ബലേന്ദ്രനെയും കുറ്റപ്പെടുത്തിക്കൊണ്ടാണ് കേട്ടോ സംസാരിക്കുന്നത്. അപ്പോൾ ബബിതയ്ക്ക് അതങ്ങ് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. ബബിത പറയുന്നുണ്ടായിരുന്നു, അമ്മയ്ക്ക് അമ്മ ചെയ്യുന്നതാണല്ലോ ശരി, ബാക്കിയുള്ളവർ എന്ത് ചെയ്താലും അതിൽ അമ്മ ഒരു കുറ്റം കണ്ടുപിടിക്കും, അപ്പോൾ ഈ സ്വഭാവം മാറ്റണം എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. അപ്പോൾ ഞാനായോ ഇപ്പോൾ മോശക്കാരി എന്നിങ്ങനെ വൈജയന്തി ചോദിക്കുമ്പോൾ അമ്മ മോശക്കാരിയാണെന്നും നല്ലവളാണെന്നും ബാക്കിയുള്ളവർ എല്ലാവരും നല്ലവരാണെന്നും ഞാൻ പറഞ്ഞിട്ടില്ല, അമ്മയുടെ ഇങ്ങനെ സംസാരം ശരിയല്ല എന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഭവിത പറയുന്നുണ്ടായിരുന്നു, അമ്മ ഇങ്ങനെ പണ്ട് വല്ലതും ചെയ്ത് വെച്ചിട്ടുണ്ടോ എന്നൊന്ന് ഓർത്ത് നോക്ക് ഇങ്ങനെയൊക്കെ കേൾക്കാൻ വേണ്ടിയിട്ട് എന്നിങ്ങനെ പറയുമ്പോൾ അതെന്താടി നീ അങ്ങനെ പറഞ്ഞതെന്ന് ചോദിച്ചിട്ട് അങ്ങ് ദേഷ്യപ്പെടുന്നുണ്ട് കേട്ടോ വൈജയന്തി. പിന്നെ അതിന് മുന്നേ ചോദിക്കുന്നുണ്ടായിരുന്നു, അലീന അങ്ങനെ എവിടേക്കാണ് പോകുന്നത്, ഇനിയിപ്പോൾ രേവതിക്കുട്ടിയുടെ അടുത്തേക്കാണോ പോകുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അമ്മയ്ക്ക് അത് അറിഞ്ഞിട്ട് എന്തിനാന്നൊക്കെ അങ്ങനെ ബബിത ചോദിക്കുന്ന സമയത്ത്, അല്ല ഇനിയിപ്പോൾ ഈ കുടുംബം കലക്കി ഇനി അടുത്ത കുടുംബം അവൾ എവിടെ കലക്കാൻ പോകുന്നതെന്ന് അറിയണ്ടേ, അതിന് വേണ്ടി ചോദിച്ചതാണ്, ഇനി പറഞ്ഞില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, അവൾ അവിടെ നിന്ന് എന്തായാലും പോവുകയാണല്ലോ എന്നൊക്കെ അങ്ങ് പറയുകയാണ് കേട്ടോ. വൈജയന്തിയുടെ ഈ സംസാരം കൊണ്ട് തന്നെ ബബിത പെട്ടെന്ന് തന്നെ കോൾ കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അമ്മേനോട് ഇനി സംസാരിച്ചാലും ശരിയാവില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ബബിത കോൾ കട്ട് ചെയ്ത് ദേഷ്യത്തിലിരിക്കുകയാണ് വൈജയന്തി. പിന്നീട് ബബിതയാണെങ്കിൽ ദേഷ്യം സങ്കടമൊക്കെ വന്നിട്ടാണ് കേട്ടോ അവിടെ ഇരിക്കുന്നത്. അപ്പോൾ അലീന ഒരു കപ്പ് ചായ ആയിട്ട് വന്നിട്ട് ബബി മോളെ എന്നിങ്ങനെ വിളിക്കുമ്പോൾ എന്താ എന്നിങ്ങനെ ചോദിക്കുക. ആ സങ്കടത്തിലും ദേഷ്യത്തിലുമാണ് കേട്ടോ അലീനയോട് അങ്ങനെ ചോദിക്കുന്നത്. അപ്പോൾ അലീനയ്ക്ക് എന്തോ കാര്യം മനസ്സിലായി. അപ്പോൾ അലീന അവിടെ വന്നിരുന്നിട്ട് ആ ചായ ആദ്യം ബബിതയുടെ കയ്യിലേക്ക് കൊടുക്കും കേട്ടോ. അപ്പോൾ അത് കുടിക്കാൻ പറയുമ്പോഴും ബബിത കുടിക്കുന്നില്ല കേട്ടോ. അപ്പോൾ മൂളിക്കൊണ്ടിരിക്കാതെ അത് കുടിക്കുമെന്ന് പറയും. അപ്പോൾ ഒരു സിപ്പ് എടുക്കുകയെ. പിന്നീട് അലീന ചോദിക്കുന്നുണ്ട്, എൻ്റെ മോളെ പെട്ടെന്ന് ആരാ ഇങ്ങനെ ദേഷ്യം പിടിപ്പിച്ചതെന്നൊക്കെ ഇങ്ങനെ തമാശ രൂപേണ ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ അലീനയോട് ബബിത പറയുന്നുണ്ടായിരുന്നു അമ്മയാണെന്ന് പറയും കേട്ടോ. അപ്പോൾ അമ്മ ഫോൺ വിളിച്ച കാര്യമൊക്കെ ബബിത പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അമ്മ അങ്ങനെ എപ്പോൾ വിളിച്ചാലും അമ്മയുടെ സംസാരം ശരിയല്ല, വൈജയന്തിയുടെ സ്വഭാവം അറിയാലോ, അതുകൊണ്ട് തന്നെ ബബിതയും തിരിച്ചങ്ങോട്ട് പറഞ്ഞു എന്നൊക്കെ പറയുമ്പോൾ അലീന പറയുന്നുണ്ട്, മോളെ അവർ അച്ഛനും അമ്മയും എന്തെങ്കിലും ഇങ്ങനെ പറഞ്ഞു, നമ്മളോട് എന്തെങ്കിലും പറഞ്ഞു എന്ന് വിചാരിച്ചിട്ട് അവരോട് നമ്മളിങ്ങനെ ദേഷ്യപ്പെട്ട് സംസാരിക്കാൻ പാടില്ല, ദേഷ്യം കുറച്ച് കുറയ്ക്കണം കേട്ടോ. ബബിതയോട് പറയുന്നുണ്ട് കേട്ടോ, മോളുടെ ദേഷ്യം കുറച്ച് കുറയ്ക്കണം, നമ്മൾ ചിലപ്പോൾ ഒരാളെ ഇങ്ങനെ ഒരു ആയുധം വെച്ച് ഉപദ്രവിക്കുന്നതിനേക്കാളും ചിലപ്പോൾ നമ്മളുടെ വാക്കുകൾ ചിലപ്പോൾ അവർക്ക് ഇങ്ങനെ മുറിവേൽക്കും, അതുകൊണ്ട് മോളുടെ ദേഷ്യം കുറച്ച് കുറയ്ക്കണം എന്ന് പറയുമ്പോൾ എനിക്കങ്ങനെ ദേഷ്യം എനിക്കങ്ങനെയൊന്നും പറ്റുന്നില്ല, എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരികയാണ്, ഇനിയിപ്പോൾ അത് അമ്മേനോട് സ്നേഹമില്ലാത്തതുകൊണ്ടാണോ, ഞാൻ അഹങ്കാരി ആയതുകൊണ്ടാണോ കൃഷ്ണമോൾ പറയുന്ന പോലെ എന്നൊക്കെ ഇങ്ങനെ ബബിത അലീനയോട് ചോദിക്കുന്ന സമയത്ത് കൃഷ്ണമോൾ അങ്ങനെ അഹങ്കാരിയാണെന്നൊക്കെ പറഞ്ഞു, എന്നാൽ അതൊന്നും അവളോട് ചോദിക്കണമല്ലോ എന്ന് പറഞ്ഞിട്ട് അലീനയാണെങ്കിൽ കൃഷ്ണമോളെ കൃഷ്ണമോളെ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ് കേട്ടോ. അപ്പോൾ അലീന ചേച്ചി ഒന്നും ഉണ്ടായിരുന്നേ, ഇനിയിപ്പോൾ അവളുടെ വായിന്നും കൂടെ എന്നെ കേൾപ്പിക്കണോ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് അവിടെ ഇരിക്കുന്ന സമയത്ത് അലീനയുടെ വിളി കേട്ടുകൊണ്ട് രോഹിത്താണ് കേട്ടോ അങ്ങോട്ടേക്ക് വരുന്നത്. രോഹിത്തും ഒരു കപ്പ് ചായയൊക്കെ കുടിച്ചുകൊണ്ടാണ് കേട്ടോ അങ്ങോട്ടേക്ക് വരുന്നത്. അപ്പോൾ എന്താ കൃഷ്ണമോളെയാണല്ലോ വിളിച്ചത്, അപ്പോൾ എന്താ വിളിച്ചതെന്ന് ചോദിക്കുന്നുണ്ട്. എൻ്റെ ഹെൽപ്പ് എന്തെങ്കിലും വേണമെന്ന് ചോദിക്കുമ്പോൾ ഹെൽപ്പൊന്നും വേണ്ട, കൃഷ്ണമോൾ ബബിത അഹങ്കാരിയാണെന്ന് പറഞ്ഞു, അതൊന്നും അവളോട് ചോദിക്കണമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് വിളിച്ചതെന്ന് പറയുമ്പോൾ, ഓ ഇത്രയും സില്ലി കാര്യത്തിനാണ് വിളിച്ചത്, അതെന്തായാലും ഞാൻ തന്നെ പറഞ്ഞു തരാമല്ലോ എന്ന് പറഞ്ഞിട്ട് ആ കയ്യിലുണ്ടായിരുന്ന കപ്പ് അവിടെ ടീപ്പോയിൽ വെച്ചിട്ട് ബബിതയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് കേട്ടോ.
രോഹിത് എന്നിട്ട് പറയുന്നുണ്ടായിരുന്നു ഇവളിങ്ങനെ അഹങ്കാരിയല്ല, അഹങ്കാരത്തിന് കൈയും കാലും വെച്ചതാണ്. അപ്പോൾ അത് എന്തായാലും സത്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ബബിതയ്ക്കും അങ്ങ് ദേഷ്യം വരുന്നുണ്ട്. ബബിതയും ചായ കുടിച്ചുകൊണ്ടിരുന്ന കപ്പ് അവിടെ ടീപ്പോയിൽ വെച്ചിട്ട് രോഹിത്തിൻ്റെ പിറകെ അങ്ങ് ഓടുകയാണ് കേട്ടോ. രോഹിത് അവിടുന്ന് അപ്പോഴേക്കും അങ്ങ് പുറത്തേക്ക് റൂമിൻ്റെ പുറത്തേക്ക് ഓടി കഴിഞ്ഞിട്ടുണ്ടായിരുന്നേ. അപ്പോൾ റൂമിലുണ്ടായിരുന്ന ഒരു തലയണ എടുത്തുകൊണ്ടാണ് കേട്ടോ ബബിത രോഹിത്തിൻ്റെ പിറകെ ഓടുന്നത്. എന്നിട്ട് രോഹിത്തിനെ അതുകൊണ്ട് എറിയുന്നുണ്ട്. അപ്പോൾ രോഹിത് ആ തലേനെ എടുത്ത് വീണ്ടും ബബിതേനെ എറിയാൻ നിൽക്കുന്ന സമയത്താണ് അലീന റൂമിൻ്റെ പുറത്തേക്ക് ഇങ്ങനെ വരുന്നത്. അപ്പോൾ ആ തലയണ അലീനയുടെ ദേഹത്താണ് കേട്ടോ കൊള്ളുന്നത്. ബബിത പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് രോഹിത് അത് എറിയാൻ നിൽക്കുന്ന സമയത്ത് അങ്ങ് താഴ്ന്ന് അവിടെ ഇരിക്കുന്നുണ്ട്. അങ്ങനെയാണ് അത് അലീനയുടെ ദേഹത്ത് കൊള്ളുന്നത്. അപ്പോൾ ബബിത വീണ്ടും രോഹിത്തിൻ്റെ പിറകെ ഓടുന്നുണ്ട്. അലീനയാണെങ്കിൽ ഇങ്ങനെ അവിടെ ഇങ്ങനെ കൈയും കെട്ടി ചിരിച്ചുകൊണ്ട് ഇവരുടെ ഇതെല്ലാം ഇങ്ങനെ ആസ്വദിച്ച് നിൽക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നീട് ആ തലയണ റൂമിലെടുത്ത് വെച്ചിട്ട് അലീന പിന്നെ രാത്രിയാണ് കേട്ടോ. അപ്പോൾ റൂമിൽ ബെഡ്ഷീറ്റെല്ലാം ഇങ്ങനെ വിരിക്കുകയാണ്, കിടക്കാനുള്ള ഒരുക്കത്തിലാണ്. അപ്പോഴാണ് കൃഷ്ണമോള് വന്ന് ഡോറിന് തട്ടുന്നത് കേട്ടോ. അപ്പോൾ അലീന ചോദിക്കുന്നുണ്ട്, നീ കിടന്നില്ലേ, ഉറങ്ങിയില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ കിടന്നതാണ്, പക്ഷേ എനിക്ക് ഉറക്കം വന്നില്ല എന്ന് പറയും. ചേച്ചി നാളെ പോവുകയാണല്ലോ എന്ന് ഓർക്കുമ്പോൾ എനിക്കെന്തോ വല്ലാത്ത വിഷമമാണ് എന്നൊക്കെ പറയേ. അപ്പോൾ അലീന കൃഷ്ണമോളോട് അകത്തേക്ക് കയറി വരാൻ പറയും. എന്നിട്ട് ബെഡിൽ ഇരുത്തിയിട്ട് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, ഞാൻ ഇവിടുന്ന് പോയാലും ഞാൻ നിന്നെ വീഡിയോ കോൾ വിളിക്കുകയും നമ്മൾ ഇങ്ങനെ സംസാരിക്കുകയൊക്കെ ചെയ്യുമല്ലോ, അപ്പോൾ ഞാൻ ഇവിടുന്ന് പോയ പോലെ ഒന്നും തോന്നത്തില്ല എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴും കൃഷ്ണമോൾക്ക് ഭയങ്കര സങ്കടമാണ്. ചേച്ചി ഇവിടുന്ന് പോയിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ പ്രശ്നങ്ങളെല്ലാം തീരും എന്നാണോ ചേച്ചി വിചാരിച്ച് വെച്ചിരിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. ഇവിടെ എന്താ ചേച്ചി പോയിട്ടുണ്ടെങ്കിൽ നടക്കുക എന്ന് എനിക്കറിയത്തില്ല എന്ന് പറയുമ്പോൾ എല്ലാം പഴയ പോലെ തന്നെയാവും, എല്ലാം ശരിയാവും എന്ന് പറയുമ്പോൾ അത് ചേച്ചിയുടെ ആഗ്രഹമല്ലേ. ഇപ്പോൾ ഇങ്ങനെ ചേച്ചി ഇവിടെ ഉള്ളത് കൊണ്ടാണ് അച്ഛനും ഒന്ന് അടങ്ങിയിരിക്കുന്നത്. അപ്പോൾ ചേച്ചി ഇവിടുന്ന് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ അച്ഛനൊന്നും നോക്കാനില്ലല്ലോ. അപ്പോൾ അച്ഛനോട് ചേച്ചിക്ക് എന്തുമാത്രം സ്നേഹമാണുള്ളതെന്ന് അച്ഛന് നന്നായിട്ട് അറിയാം. ചേച്ചീൻ്റെ മുന്നിൽ ഇങ്ങനെ താഴാൻ പറ്റാത്തതുകൊണ്ടാണ് അച്ഛൻ ഇപ്പോൾ എല്ലാം അടക്കി വെച്ചിരിക്കുന്നത്. ഇനിയിപ്പോൾ ചേച്ചി പോയിട്ട് അമ്മ ഇങ്ങോട്ട് തിരിച്ചു വന്നിട്ടുണ്ടെങ്കിൽ അച്ഛന് എന്തൊക്കെയാണ് ഇവിടെ ഇതാക്കുക എന്നൊന്നും പറയാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര വിഷമമാണ് കേട്ടോ. അപ്പോൾ ആ ഒരു ടെൻഷനോട് കൂടി ഇങ്ങനെ അലീനയോട് സംസാരിക്കുന്ന കൃഷ്ണമോളെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ പ്രൊമോ കാണിക്കുന്നുണ്ട്, കൃഷ്ണമോൾക്ക് അലീന പോകുന്നതിൽ നല്ല വിഷമമാണ് കേട്ടോ. അപ്പോൾ അലീന പറയുന്നുണ്ട്, നമ്മൾ എന്തായാലും ഒരു ദിവസം ഇവിടുന്ന് എല്ലാവരും പിരിഞ്ഞു പോവേണ്ടവരല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അലീനേൻ്റെ കൂടെ വരട്ടെ, എനിക്കും ചേച്ചീൻ്റെ കൂടെ വരണം, എന്നെയും കൂടെ കൊണ്ടുപോകുമെന്നൊക്കെ കൃഷ്ണമോൾ ചോദിക്കുന്നുണ്ട്. പിന്നീട് ബാലചന്ദ്രൻ്റെ അളിയനാണെന്ന് തോന്നുന്നുണ്ട്, ഒരു പോലീസുകാരുണ്ടല്ലോ, അപ്പോൾ അയാളാണെന്ന് തോന്നുന്നുണ്ട് അലീനയോട് എവിടേക്കാണ് പോകുന്നതെന്നൊക്കെ ചോദിക്കുന്നത് കാണിക്കുന്നുണ്ട്. പിന്നീട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ അലീന കിച്ചണിൽ കയറുമ്പോൾ കൃഷ്ണമോൾ ഉണ്ടാക്കാൻ സമ്മതിക്കുന്നില്ല കേട്ടോ. ചേച്ചി ഇന്നൊന്നും ഉണ്ടാക്കണ്ട എന്നാണ് പറയുന്നത്. അപ്പോൾ എന്നെ ഇങ്ങനെ മാറ്റി നിർത്തുകയാണോ എന്നൊക്കെ അലീന ചോദിക്കുമ്പോൾ ആരെയാണ് മാറ്റി നിർത്തുന്നത്, ഇവിടുന്ന് ആരാ പോകാൻ പോകുന്നതെന്നൊക്കെ എല്ലാവർക്കും അറിയാലോ എന്ന് അലീന പോകുന്ന വിഷമത്തിൽ കൃഷ്ണമോൾ പറയുന്നതൊക്കെ ഇട്ട് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ബബിതയും സങ്കടപ്പെട്ട് കരയുന്നതൊക്കെ കാണിക്കുന്നുണ്ട്. പിന്നീട് അലീന റൂമിലെത്തുന്ന സമയത്ത് അലീനയ്ക്ക് ഇങ്ങനെ ധരിക്കാനുള്ള ആഭരണവും അതുപോലെ തന്നെ സാരിയൊക്കെ അവിടെ ബെഡിൽ വെച്ചിരിക്കുന്നത് കാണുമ്പോൾ അലീനയ്ക്ക് സങ്കടമാവുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയാണ് പ്രമോല് കാണിച്ചത്.